ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് കുരുക്കായി പാർട്ടികളുടെ പരസ്പര മത്സരം. സീറ്റ് വിഭജനം അലങ്കോലമായതോടെ 5 മണ്ഡലങ്ങളിൽ കോൺഗ്രസും RJDയും CPIയും നേർക്കുനേർ പോരാടും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിലും പോര് തുടരുകയാണ്. സഖ്യം പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക്. സീറ്റ് വിഭജനം കുളമായതോടെ പല മണ്ഡലങ്ങളിലും സഖ്യകക്ഷികൾ മത്സരിച്ച് പത്രിക നൽകി. 5 മണ്ഡലങ്ങളിൽ NDA ഏതാണ്ട് ജയമുറപ്പിച്ചെന്ന് പറയാം. ലാൽഗഞ്ച് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി മണിക്കൂറുകൾക്കുള്ളിൽ RJD സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക നൽകി. ബച്ച്വാഡ മണ്ഡലത്തിൽ RJDക്കും കോൺഗ്രസിനും പുറമെ CPI സ്ഥാനാർത്ഥിയും പത്രിക നൽകി. കഹൽഗാവ്, സിക്കന്ദാര, തരാരി മണ്ഡലങ്ങളിലും സമാന സാഹചര്യം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഒരു പാർട്ടിയും ഇതുവരെ തയ്യാറായിട്ടില്ല. അനുരഞ്ജനത്തിലുള്ള വാതിൽ തുറക്കാൻ നേതൃത്വത്തിനും കഴിയുന്നില്ല. മുൻപ് 18 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച CPI-ML 2 പേരെ കൂടി ചേർത്ത് 20 ഇന്ന് പുതിയ പട്ടിക പുറത്തുവിട്ടു. ഏകപക്ഷീയ തീരുമാനമാണ്. പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രചാരണവും തൃശങ്കുവിലാണ്. പ്രധാനമന്ത്രിയടക്കം താരപ്രചാരകരുടെ പട്ടിക പുറത്തിറക്കി. ദീപാവലിക്ക് പിന്നാലെ NDA പ്രചാരണം തുടങ്ങുമ്പോൾ മഹാസഖ്യത്തിൽ അക്കാര്യത്തിലും ചിത്രം തെളിഞ്ഞിട്ടില്ല. ബീഹാറിലേക്കാണ് നമ്മുടെ വാർത്താ സംഘം ക്യാമ്പ് ചെയ്യുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിൽ വീണ്ടും പൊട്ടിത്തെറി. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് JMM മുന്നണി വിട്ടു. 6 മണ്ഡലങ്ങളിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും.